മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർ എല്ലാവരും ഒന്നടങ്കം സ്നേഹിക്കുന്ന ഒരു കലാകാരനാണ് കലാഭവൻ നവാസ്. നവാസിന്റെ വിയോഗ വാർത്ത മലയാളി പ്രേക്ഷകർ മുഴുവൻ ഞെട്ടലോടെ തന്നെയാണ് കേട്ടത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു നവാസിന്റെ മരണം. നവാസിന്റെ മരണം മലയാള സിനിമാ ലോകത്തെ തന്നെ വലിയ രൂപത്തിൽ ബാധിക്കുകയായിരുന്നു ചെയ്തത്. കലാഭവൻ നവാസ് അവസാനമായി അഭിനയിച്ച പ്രകമ്പനം എന്ന സിനിമ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നവാസിന്റെ രംഗങ്ങളും നവാസിന്റെ പ്രകടനങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർ ഒന്നടങ്കം ആസ്വദിക്കുകയായിരുന്നു. വലിയൊരു കലാകാരനെ തന്നെയാണ് മലയാളികൾക്ക് നഷ്ടപ്പെട്ടത് എന്ന കാര്യത്തിൽ പ്രേക്ഷകർക്കും സംശയമൊന്നുമില്ല. കലാഭവൻ നവാസിന്റെ മരണശേഷം രഹനയ്ക്കും തന്റെ മക്കൾക്കും സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി തുറന്നു പറയുകയാണ് നവാസിന്റെ സഹോദരൻ. ഇപ്പോൾ ഈ കാര്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ വളരെ വലിയ രൂപത്തിൽ തന്നെ സംസാര വിഷയമായി മാറുന്നത്. നവാസിന്റെ മരണശേഷം ആരെയും ആശ്രയിക്കാതെ തന്നെയാണ് രഹനയും കുട്ടികളും ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ആ കാര്യത്തിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നും നവാസിന്റെ സഹോദരൻ വെളിപ്പെടുത്തി. രഹനയുടെ ജീവിതം നവാസ് പോയപ്പോൾ വളരെയധികം സങ്കടത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് ജീവിതം കഴിച്ചു കൂട്ടുന്നത് എന്ന് പ്രേക്ഷകർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. നവാസും രഹനയും അത്രമേൽ സ്നേഹിക്കുന്ന ആളുകളായിരുന്നു. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അത്രത്തോളം മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് വ്യക്തികളായിരുന്നു. നവാസിന്റെ ഇല്ലായ്മ രഹനയെ വളരെ വലിയ രൂപത്തിൽ ബാധിച്ചു. എന്നിരുന്നാൽ കൂടി മറ്റൊന്നും മറക്കാതെ, വേറൊരു കാര്യം ആലോചിക്കാതെ തൻ്റെ മക്കൾക്ക് വേണ്ടിയും തൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയും രഹന ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തൻ്റെ കുട്ടികൾക്ക് താൻ മാത്രമേ ഉള്ളൂ എന്ന ബോധം രഹനയ്ക്ക് വളരെയധികം നന്നായിട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്രമേൽ സങ്കടം വന്നാലും രഹന അതെല്ലാം തന്നെ അതിജീവിച്ച് മുന്നോട്ട് വീണ്ടും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. മറ്റാരെയും ആശ്രയിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ രഹനയെ പ്രാപ്തിയാക്കിയത് നവാസ് തന്നെയാണ് രഹനയും തൻ്റെ മക്കളെയും ഇത്രയധികം വളർത്തിയെടുത്തതും. ആ കാര്യത്തിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നും നിയാസ് പറയുകയാണ്. നവാസ് ഇല്ലാതെ രഹനയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പലപ്പോഴും രഹന പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെയാണ്. ഭർത്താവ് നഷ്ടപ്പെട്ടാൽ പിന്നീട് ജീവിതം വളരെയധികം ദുഃഖത്തിലൂടെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. എന്നാലും ഇതെല്ലാം തന്നെ മറന്ന് തൻ്റെ മക്കൾക്ക് വേണ്ടി പുതിയൊരു ജീവിതം തുടങ്ങിയിരിക്കുകയാണ് രഹന നവാസ്. രഹനയുടെ ഈ ഒരു തീരുമാനത്തെ പ്രേക്ഷകരും വളരെയധികം സങ്കടത്തോടെയും വളരെയധികം സന്തോഷത്തോടെയും കാണുകയാണ്. കാരണം രഹന ഇത്രമേൽ കഠിനമായ അവസ്ഥയിലും തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ കാര്യം ഓർത്ത് സങ്കടമുണ്ട്. എന്നിരുന്നാൽ കൂടി സന്തോഷത്തോടെ തന്നെയാണ് പ്രേക്ഷകരും കാണുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഫ്രണ്ട്സ്.